കിട്ടിയ ത്രില്ലിലാണ് ഈ നടനും നടിയും. വേറൊരു ക്ലൂ തരാം, ഈ ബ്രദറിനെയും സിസ്റ്ററിനെയും കണ്ടിട്ട് ചെറുതായിട്ടെങ്കിലും ഒരു കുശുമ്പ് തോന്നാത്ത ആരുമില്ല. ലെറ്റ്സ് വെൽക്കം സനൂപ് ആൻഡ് സനുഷ ടു ജോസ് ആലുക്കാസ്. ഹലോ, നമസ്തേ. രണ്ടുപേർക്കും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പൊ ഒത്തിരി ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തില്ലേ? അറ്റൻഡ് ചെയ്തു. എന്തുവാ എല്ലാരും ഏറ്റവും കൂടുതൽ ചോദിച്ചേ? എന്ത് തോന്നുന്നു? ഇത് പ്രതീക്ഷിച്ചോ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരിക്കും. അവാർഡ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. വേറെന്താ തോന്നാനാ? അതൊരു പോയിന്റ് ആണ്. വെരി ഗുഡ് പോയിന്റ്. ഇത് കിട്ടും എന്ന് എത്ര പേര് പറഞ്ഞു? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെടുന്ന എല്ലാരും പറഞ്ഞേ. ആരാ വിളിച്ചു പറഞ്ഞു? പ്രേക്ഷകരാണ് പറഞ്ഞത്. ആദ്യം ഞങ്ങള് ടിവിയുടെ ഫ്രണ്ടിലായിരുന്നു. അതെയോ? സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്യുന്ന ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും വന്നിട്ടിരുന്നു. അനൗൺസ് ചെയ്യാൻ പോകുന്നതിന്റെ കുറച്ച് ഒരു 5 seconds ബിഫോർ ഇവന് നേരെ പൂജാ റൂമിലേക്ക് ഓടിയിട്ട് എന്റെ കൃഷ്ണ എനിക്കിത് തരണേ, എനിക്കിത് തരണേ, എനിക്ക് തന്നെ തരണേ. ഈ സ്റ്റേറ്റ് അവാർഡിന് എന്താ കൈ കിട്ടുന്നതെന്നറിയോ? അവാർഡോ? സ്റ്റേറ്റ് അവാർഡ്. കുഞ്ഞിന്റെ സ്റ്റേറ്റ് അവാർഡ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കുറെ സാധനത്തിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടോ? എന്താ അത്? മങ്കിയെ കിട്ടിയില്ല, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സനൂപ് സന്തോഷ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓടിച്ചാടി ബഹളം വെച്ചോ? ഞാൻ തുള്ളി കളിച്ച് എനിക്ക് കിട്ടി. സനുഷയുടെ പ്രതീക്ഷിച്ചതായിരുന്നോ? എന്റേത് ഞാൻ സ്വപ്നത്തിൽ വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആക്ച്വലി അതിനകത്ത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ആ ഒരു റോള് എടുത്തത് തന്നെ കുറച്ച് റിസ്കിയാണ്. ഒരു ടീനേജ് പ്രഗ്നൻസി കാണിക്കുക എന്ന് പറയുന്നത് ആദ്യം ഒന്ന് ചിന്തിച്ചില്ലേ ആ റോൾ എടുക്കുന്നതിന് മുമ്പ്? അത് വിളിക്കുമ്പോൾ അനീഷേട്ടൻ്റെ ഫസ്റ്റ് മൂവിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഇത് വിളിച്ചപ്പോൾ ഞാൻ സിനിമയിൽ നിന്നൊരു കുഞ്ഞു ബ്രേക്ക് എടുക്കാം, പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ടൈം. അപ്പോൾ വിളിച്ച് കഥ പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ടോട്ടലി ബ്ലാങ്ക് ആയി. പിന്നെ പിന്നെ എനിക്കൊന്നും വരുന്നുമില്ല. ഫുൾ എനിക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നില്ല. പിന്നെ ടോട്ടൽ ബ്ലാങ്ക് ആയി. അപ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിച്ചു. അച്ഛനമ്മയും പറഞ്ഞു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ചെയ്തോ, നിനക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. പിന്നെയും കൺഫ്യൂഷനായി. പിന്നെ ഇവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറല്ലേ, നല്ല ക്യാരക്ടറല്ലേ ചേച്ചിയുടെ സിനിമയൊക്കെ സെലക്ട് ചെയ്തത് സനൂപാണോ? ചേച്ചി പറയാറ് ചില ടൈം ഞാൻ ഏട്ടനാണെന്ന്. എനിക്ക് ഏട്ടനാവാനാണ് ഇഷ്ടം. ഏട്ടനാവാനാണ് ഇഷ്ടം. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 9 വയസ്സായുള്ളൂ. നിങ്ങൾ തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട്? 9 വയസ്സ്. 9 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. എന്നിട്ടും ചേട്ടനാവണം. ചില ടൈം ഞാൻ ചേട്ടൻ തന്നെയാ. ചേച്ചിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അപ്പൊ സനൂപ് എന്തോ ചെയ്യും? ഞാനോ? അതൊക്കെ രാജ്യമേ പറയും. എനിക്ക് ഒരാളെ ഇഷ്ടമുണ്ട്. അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും. അപ്പൊ മങ്കി പെന്നിനകത്ത് വന്നത് ബാക്കിയുള്ള പിള്ളേരെയൊക്കെ എടുത്ത് ഓഡിഷൻ ത്രൂ ആണ്. സനൂപ് ഓഡിഷൻ ഒക്കെ ചെയ്തായിരുന്നു? ഓഡിഷൻ ത്രൂ പോയിരുന്നു ഞാൻ. പക്ഷേ സക്കരയുടെ ഗർഭിണി ചേച്ചിയുടെ ഷൂട്ട് നടക്കുമ്പോൾ അനീഷേട്ടൻ സാൻഡ്ര ചേച്ചിയോട് പറഞ്ഞു എന്താ വിളിക്കുന്നേ? പൊന്നേച്ചിയുടെ സനുഷ ചേച്ചിയുടെ അനിയനുണ്ടെന്ന്, സനുഷയുടെ അനിയനുണ്ടെന്ന് പറഞ്ഞു. ഇതിനൊരു തീരുമാനാക്കണം. സനുഷയുടെ അനിയുണ്ട് പറഞ്ഞു. അപ്പൊ സാൻഡ്ര ചേച്ചി ഒരു ദിവസം വന്നിട്ട് എന്നെ അവിടെ ഓഡിഷന് കൊണ്ടുപോയി. ക്യാമ്പ് കൊണ്ടുപോയിട്ട് ചെയ്ത് നോക്കി. അപ്പൊ ഇഷ്ടപ്പെട്ടു. ചെറുങ്ങനെ മുടി മുറിച്ചോ? അതെ, ഞാൻ കേട്ടു ആ സമയത്ത് ഒത്തിരി നീണ്ട മുടിയായിരുന്നു.